ഹലോ ഗായ്സ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു വലിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നേക്കാം. വേറൊന്നും അല്ല, എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് കുളങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഒത്തിരി മീനുകളും അതുപോലെ തന്നെ തവളയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടു, ഇന്നാളല്ല മിനിഞ്ഞാന്നോ ഈ അടുത്ത ദിവസമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, തവള ഇരുന്ന് കുളത്തുനിന്ന് കരയുന്നത്. അത് തന്നെ. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തവള അന്ന് വരെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം അതിനെ പിടിച്ചു കൊണ്ട കളയുമെന്ന് ഞാൻ പറഞ്ഞത് എല്ലാ തവളകളും ഇതിന് ചെവിയോർത്ത് കേട്ടു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരു തവള പോലും കരഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തവളനെ പിടിക്കുന്ന വ്ളോഗ് എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു. തവളനെ പിടിച്ചുകൊണ്ട് കളയുന്നൊക്കെ വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തിരുന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ഒരു ടൈമിൽ നമ്മളിങ്ങനെ തവളനെ പിടിച്ചുകൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്ക് കേട്ടോ. അപ്പോൾ പുഴയ്ക്കക്കര കൊണ്ട് കളഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോഴാണ് ഒരാൾ കമൻ്റ് ഇട്ടത്, തവളേനെ ഇപ്പോൾ കാണാനേ ഇല്ല, തവളയ്ക്ക് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. തവളകൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ തവളേനെ ഒന്നും ഇപ്പോൾ കാണാൻ പോലില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ഓർക്കുവാണ്, ഇവിടെയുള്ള തവളകളൊന്നും പിടിച്ചുകൊണ്ട് കളയണ്ട, ഇനി എവിടെന്നെങ്കിലും അഥവാ കരയുവാണിരുന്ന് കരഞ്ഞോട്ടെ എന്ന് ഞാനിങ്ങനെ ഓർത്തു. പിന്നെ മാത്രമല്ല, തവളകൾ കുളത്തിലൊക്കെ മുട്ടയിട്ടിട്ട് നിറച്ച് വാലുമാക്രികളും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുളമാകുമ്പോൾ തവളയും വാലുമാക്രിയും പാമ്പും എല്ലാം വേണം. കുളം ഉണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കുളം മെയിനായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താ പറയുക, എല്ലാത്തിനും അത് ഉപകാരപ്രദമാകുമല്ലോ. അപ്പോൾ ഇനി തവളേനെ കളയണോ വേണ്ടേ എന്നൊരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ തീരുമാനം എടുത്തേക്കുന്നത് വേണ്ടാന്നാണ്. നിങ്ങളുടെ തീരുമാനം എന്താണെന്നും കൂടി ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്ക് കേട്ടോ. ബൈ. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്.